മഹാഭാരതം ഇതിഹാസ കഥാകഥനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മൃതസഞ്ജീവിനി വിദ്യ പഠിച്ച കജൻ ദേവലോകത്ത് ചെന്ന് യോഗ്യരായവർക്ക് മന്ത്രവിദ്യ പഠിപ്പിച്ചു കൊടുത്തു. ദേവയാനിയുടെ ശാപം മൂലം കജന് മന്ത്രവിദ്യ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ പഠിപ്പിച്ചത്. പിന്നീട് ദേവന്മാർ ഒത്തുകൂടി. അവർ ദേവരാജാവായ ഇന്ദ്രനോട് പറഞ്ഞു, അസുരന്മാരുമായുള്ള യുദ്ധത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ആൾനാശമുണ്ടാകുമെന്ന് ഭയക്കേണ്ടതില്ല. അതിനാൽ ദേവരാജാവേ, അങ്ങ് ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടത് ചെയ്താലും. ദേവന്മാരുടെ വാക്കുകൾ കേട്ട് ദേവേന്ദ്രൻ അതിനു സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം ഇന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ കാട്ടിലെ ചൈത്രരഥമൊക്കുന്ന ഒരു തോട്ടത്തിലെത്തി. ആ തോട്ടത്തിലെ അരുവിയിൽ കുറെ കന്യകമാർ നഗ്നരായി കുളിക്കുന്നത് ഇന്ദ്രൻ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇന്ദ്രന് കൗതുകമായി. അദ്ദേഹം ഒരു കുസൃതി ഒപ്പിച്ചു. ഇന്ദ്രൻ ഒരു കാറ്റിൻ്റെ രൂപമെടുത്ത് കന്യകമാരുടെ വസ്ത്രങ്ങളെല്ലാം കാറ്റടിച്ച് കൂട്ടിക്കലർത്തി. വെള്ളത്തിൽ നഗ്നകളായി കുളിച്ചുകൊണ്ടിരിക്കുന്ന കന്യകമാർ ഓടിച്ചെന്ന് കണ്ണിൽ കണ്ട വസ്ത്രങ്ങൾ എടുത്തുടുത്തു. അവരുടെ കൂട്ടത്തിൽ അസുര രാജാവായ വൃഷപർവാവിൻ്റെ പുത്രി ശർമ്മിഷ്ഠയും ശുക്രാചാര്യപുത്രിയായ ദേവയാനിയും ഉണ്ടായിരുന്നു. പറന്നുയരുന്ന വസ്ത്രങ്ങൾ അവരും കൈക്കലാക്കി ധരിച്ചു. എന്നാൽ ശർമ്മിഷ്ഠ എടുത്തണിഞ്ഞത് ദേവയാനിയുടെ വസ്ത്രമാണെന്ന് അറിഞ്ഞില്ല. അത് കണ്ട് കോപിച്ച ദേവയാനി ശർമ്മിഷ്ഠയുമായി വഴക്കായി. ദേവയാനി പറഞ്ഞു, ഹേ ശർമ്മിഷ്ഠേ, നീ എന്തിനാണ് എൻ്റെ വസ്ത്രങ്ങളെടുത്ത് ഉടുത്തത്? നീ ശിഷ്യയല്ലേ? ഗുരുപുത്രിയുടെ വസ്ത്രങ്ങളെടുക്കാമോ? അല്ലെങ്കിലും നീ അസുരയല്ലേ? നിനക്ക് അതേ തോന്നൂ. മര്യാദ കെട്ടവളെ, നിനക്കതു നല്ലതിനല്ല. ശർമ്മിഷ്ഠ രാജപുത്രിയാണല്ലോ. അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ പറഞ്ഞു, നീ ഗുരുപുത്രി തന്നെ സമ്മതിച്ചു. പക്ഷേ നിന്റെ അച്ഛൻ എൻ്റെ അച്ഛനെ വന്ദിക്കുന്നു, സ്തുതിക്കുന്നു, വണങ്ങി കീഴേ നിൽക്കുന്നു. യാചിക്കുന്നവനും സ്തുതിക്കുന്നവനും വാങ്ങുന്നവനുമായ ഒരാളുടെ പുത്രിയാണ് നീ. സ്തുതിക്കപ്പെടുന്നവനും കൊടുക്കുന്നവനും വാങ്ങാത്തവനുമായ ഒരാളുടെ പുത്രിയാണ് ഞാൻ. നീ മാറത്തടിച്ച് ഉരണ്ട് തെറി പറയടി, തെണ്ടിപ്പെറുക്കി എരപ്പാളിച്ചി. കയ്യിലൊന്നുമില്ലാത്തവൾ കയ്യിൽ വിഭവമുള്ളവരോട് എതിർക്കുകയോ? നീ നിന്റെ തരക്കാരോട് എതിർക്കടി. ഞാൻ നിന്നെ കണക്കാക്കുന്നില്ലടി തെണ്ടിപ്പെണ്ണേ. ദേവയാനിക്ക് ശർമ്മിഷ്ഠയുടെ വാക്കുകൾ സഹിച്ചില്ല. അവൾ പറഞ്ഞു, എടി, എൻ്റെ വസ്ത്രം തരാനാ പറഞ്ഞത്. ഞാനിതു നിനക്ക് തരില്ലെന്ന് പറഞ്ഞ് അവൾ ശർമ്മിഷ്ഠ ധരിച്ച വസ്ത്രത്തിൽ കയറി പിടിച്ചു. ശർമ്മിഷ്ഠ വേഗം കാട്ടിലൂടെ ഓടി. പിന്നാലെ ഓടിയ ദേവയാനി ശർമ്മിഷ്ഠയെ കടന്നു പിടിച്ചു. രണ്ടുപേരും പിടിവലിയായി. ശക്തയായ ശർമ്മിഷ്ഠ ദേവയാനിയെ അടുത്തു കണ്ട ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടിട്ട് തോഴിമാരുമായി കൊട്ടാരത്തിലേക്ക് പോയി. ദേവയാനി ആ പൊട്ടക്കിണറ്റിൽ വീണ് ചത്തുപോയെന്ന വിചാരത്തിലാണ്
ശർമ്മിഷ്ഠ കൊട്ടാരത്തിലേക്ക് പോയത്. കുറേ നേരം കഴിഞ്ഞ് ആ വഴിയിലൂടെ നഹുഷപുത്രനായ യയാതി സഞ്ചരിക്കുകയായിരുന്നു. നായാട്ടു കഴിഞ്ഞ് ക്ഷീണിതനായ അദ്ദേഹം കുതിരയ്ക്ക് വെള്ളം കൊടുക്കുവാൻ ദേവയാനി വീണ പൊട്ടക്കിണറ്റിൻ്റെ അരികിലെത്തി. രാജാവ് കിണറ്റിലേക്ക് നോക്കിയപ്പോൾ അതിൽ അഗ്നി പോലെ ജ്വലിക്കുന്ന തേജസ്സുള്ള ഒരു കന്യകയെ കണ്ടു. ഒരു ദേവകന്യകയോട് തുല്യമായ ആ സുന്ദരിയോട് അദ്ദേഹം സാന്ത്വനപൂർവം ചോദിച്ചു, ഹേ പങ്കജാക്ഷി, നീ ആരാണ്? എന്തിനാണ് കരഞ്ഞു നിൽക്കുന്നത്? ഈ പൊട്ടക്കിണറ്റിൽ നീ എങ്ങനെ വീണു? നീ ആരുടെ മകളാണ്? ദേവയാനി പറഞ്ഞു, ഞാൻ ശുക്രമഹർഷിയുടെ മകളാണ്. ഞാൻ കിണറ്റിൽ വീണ വിവരം എൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടില്ല. എന്നെ ഈ കിണറ്റിൽ നിന്നും രക്ഷിക്കൂ. അവൾ ബ്രാഹ്മണപുത്രിയാണെന്നറിഞ്ഞ രാജാവ് അവളുടെ കൈക്ക് പിടിച്ച് അവളെ കിണറ്റിൽ നിന്നും വെളിയിലാക്കി. അദ്ദേഹത്തിൻ്റെ ഉത്തരീയം അവൾക്ക് നഗ്നത മറയ്ക്കാൻ കൊടുത്തിട്ട് രാജാവ് അവിടെ നിന്നും പോയി. ദേവയാനിയെ കാണാഞ്ഞ് അവളുടെ തോഴിയായ ഘൂർണിക കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് പൊട്ടക്കിണറ്റിനരികിൽ എത്തിയപ്പോൾ കരഞ്ഞു വിവശയായി നിൽക്കുന്ന ദേവയാനിയെ കണ്ടു. ദേവയാനി ഘൂർണികയോട് പറഞ്ഞു, നീ പോയി എൻ്റെ അച്ഛനോട് പറയൂ, ഞാൻ വൃഷപർവാവിൻ്റെ രാജധാനിയിലേക്ക് ഇനി വരില്ലെന്ന്. പെട്ടെന്നു തന്നെ ഘൂർണിക വൃഷപർവാവിൻ്റെ കൊട്ടാരത്തിലെത്തി ശുക്രാചാര്യരെ കണ്ടു. വൃഷപർവാവിൻ്റെ മകൾ ശർമ്മിഷ്ഠ ദേവയാനിയെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അവശയായ അവളിപ്പോൾ മരിച്ചിട്ടുണ്ടാവും. ഇതു കേട്ട മാത്രയിൽ മകളെ തേടി ശുക്രാചാര്യർ കാട്ടിലേക്ക് ഓടി. കാട്ടിൽ നിൽക്കുന്ന ദേവയാനിയെ മഹർഷി കണ്ടു. മകളെ കെട്ടിപ്പിടിച്ച് വേദനയോടെ ശുക്രാചാര്യർ ചോദിച്ചു, മകളെ, ഏതൊരാൾക്കും താങ്കളുടെ കർമ്മഫലം കൊണ്ടാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. നീ എന്തെങ്കിലും പാപം ചെയ്തിരിക്കണം. അതിൻ്റെ ഫലമാണ് ഇങ്ങനെ സംഭവിച്ചത്. ദേവയാനി പറഞ്ഞു, കർമ്മഫലം കൊണ്ടാണോ അല്ലാതെയാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അതൊന്നുമല്ല എനിക്ക് പറയുവാനുള്ളത്. അച്ഛാ, ഞാൻ പറയുന്നത് കേൾക്കൂ. രാജപുത്രി എന്നോട് പറഞ്ഞു, ഭവാൻ അസുരന്മാരുടെ സ്തുതിപാഠകനാണെന്ന്. അവൾ സത്യമായും എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞു. അവൾ പല പരുഷവാക്കുകളും പറഞ്ഞു. നീ സ്തുതിപാഠകൻ്റെ മകളാണ്, ഇരക്കുന്നവൻ്റെ മകളാണ്. ഞാനോ സ്തുതിക്കപ്പെടുന്നവൻ്റെ, ദാനം ചെയ്യുന്നവൻ്റെ, വാങ്ങാത്തവൻ്റെ മകളാണെന്ന്. ഇപ്രകാരം കണ്ണു ചുവത്തി വീണ്ടും അന്തസ്സു കാട്ടി പറഞ്ഞപ്പോൾ ഞാനും വിട്ടില്ല. എടി അസുരവിത്തേ, ഞാൻ സ്തുതിക്കുന്നവൻ്റെ, ഇരക്കുന്നവൻ്റെ, വാങ്ങുന്നവൻ്റെ പുത്രിയാണെന്ന് തെളിയിച്ചാൽ ഞാൻ നിന്റെ ദാസിയായി ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞു. ശുക്രാചാര്യർ പറഞ്ഞു, സ്തുതിക്കുന്നവനും ഇരക്കുന്നവനും വാങ്ങുന്നവനും ആയ ഒരാളുടെ മകളല്ല നീ. സ്തുതിക്കാതെ എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവൻ്റെ മകളായ ദേവയാനിയാണ് നീ. വൃഷപർവാവിനും ഇന്ദ്രനും യയാതിക്കുമറിയാം ശുക്രൻ്റെ യോഗ്യത. അചിന്ത്യവും ബ്രാഹ്മവും എതിരറ്റതും ഈശ്വര സംബന്ധവുമായ ബലം എനിക്കുണ്ട്. എല്ലാറ്റിനും ഈശ്വരനാണ് ഞാനെന്ന് ബ്രഹ്മാവും പറഞ്ഞിട്ടുണ്ട്. പ്രജകളുടെ ഹിതത്തിനായി ജലം മോചിപ്പിക്കുന്നത് ഈ ഞാനാണ്. സർവ ഔഷധികളും പോഷിപ്പിക്കുന്നതും ഈ ഞാനാണ്. ഈ പറഞ്ഞതു സത്യം മാത്രമാണ്. അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദേവയാനിക്ക് സമാധാനമായി. ശുക്രൻ വീണ്ടും മകളോട് പറഞ്ഞു, അല്ലയോ മകളെ ദേവയാനി,
മറ്റുള്ളവർ പറയുന്ന അസത്യാക്ഷേപങ്ങൾ കേട്ടിട്ടും ഒന്നും മിണ്ടാതെ ജീവിക്കുന്നവൻ പ്രപഞ്ചം മുഴുവൻ ജയിക്കാമെന്നുള്ള പരമാർത്ഥം നീ ഗ്രഹിക്കുക. ശരിയായ ഒരു യോദ്ധാവ് കുതിരയെ കടിഞ്ഞാണിൽ പിടിച്ചു നിർത്തും, അതിൽ തൂങ്ങിക്കിടക്കുകയില്ല. കോപത്തെ അടക്കുവാൻ കഴിയുന്നവർ ആപത്തിൽ പതിക്കുകയില്ല. തള്ളിപ്പോകുന്ന ക്രോധം ശാന്തത കൊണ്ട് അകറ്റുന്നവൻ ലോകം മുഴുവൻ ജയിക്കുന്നവനായി പ്രശോഭിക്കും. തന്നെ പൊതിയുന്ന ഉത്കടമായ കോപത്തെ പാമ്പ് തൻ്റെ ഉറയെ എന്നതുപോലെ ക്ഷമ കൊണ്ട് തീർക്കുന്നവനാണ് ശരിയായ പുരുഷൻ. മാസം തോറും യാഗം ചെയ്ത് 1 നൂറ്റാണ്ട് ജീവിക്കാൻ കഴിഞ്ഞവനേക്കാൾ യഥാസമയം ക്ഷമിക്കുവാൻ കഴിയുന്ന കോപം നീങ്ങിയവനാണ് മഹാൻ. ചിന്തിക്കാൻ കഴിയാത്ത ബാലന്മാരാണ് വഴക്കിടുക. ബുദ്ധിയുറച്ച വിവേകികൾ വഴക്കിടുമോ? ബലാബലം അറിയുന്നവർ കലഹിക്കുകയില്ല. ദേവയാനി പറഞ്ഞു, അച്ഛാ, അങ്ങ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ധർമ്മലോഭമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവളാണ്. കോപിക്കാതിരിക്കലിലും തർക്കവാദങ്ങളിലും ഞാൻ ബലാബലം ഓർക്കാറുണ്ട്. ശിഷ്യൻ്റെ വൃത്തികെട്ട ശിഷ്യൻ ക്ഷമിക്കാമോ? സ്വഭാവദോഷമുള്ളവരോട് കൂടി താമസിക്കുവാൻ എനിക്ക് താല്പര്യമില്ലച്ചാ. ശർമ്മിഷ്ഠ പറഞ്ഞ ക്രൂരമായ വാക്കുകൾ എൻ്റെ മനസ്സിനെ കുത്തി നോവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശർമ്മിഷ്ഠ പറഞ്ഞതിനേക്കാൾ കഠിനമായ വാക്ക് 3 ലോകത്തിലും ഒരാളും പറയുകയില്ല. അത്ര ദുഷ്ടമായ വാക്ക് പറഞ്ഞവളോട് കൂടെ ഇനി ഞാൻ താമസിക്കുകയില്ല. അച്ഛാ, ശത്രുവിൻ്റെ ഐശ്വര്യം കൊണ്ട് ജീവിക്കുന്നതിൽ പരം കഷ്ടം വേറെന്തുണ്ട്? ശത്രുവിൻ്റെ ഐശ്വര്യം കൊണ്ട് ജീവിക്കുന്ന ശ്രീകെട്ടവൻ്റെ ജീവിതം മരണത്തേക്കാൾ ഭയാനകമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. മകളുടെ വാക്കുകൾ കേട്ട് മനസ്താപത്തോടെ കത്തിക്കാളുന്ന കോപത്തോടെ ശുക്രൻ വൃഷപർവാവിൻ്റെ കൊട്ടാരത്തിലെത്തി. ഗർവോടെ രാജാവിനോട് സംസാരിച്ചു. ഹേ രാജാവേ, അധർമ്മം ഉടനെ ഫലിക്കയില്ല. അത് ഭൂമി പോലെയാണ്. അധർമ്മം വിതച്ചവന് അത് പെട്ടെന്ന് ഫലം ചെയ്യുകയില്ലെങ്കിലും മെല്ലെ അത് ചെയ്ത ആൾക്ക് ഉന്മൂലനാശം വരുത്തും. പെട്ടെന്ന് തന്നിലോ പുത്രധാരാദികളിലോ അത് കണ്ടില്ലെന്നു വരാം. വലിച്ചുവാരി തിന്നുമ്പോൾ അത് വയറ്റിൽ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നു. ബൃഹസ്പതി പുത്രനായ കജനെ നിങ്ങൾ കൊല്ലിച്ചില്ലേ? ആ യോഗ്യനെ ഹിംസിക്കുകയാലും എൻ്റെ പുത്രിയെ ഹിംസിക്കുകയാലും ഹേ രാജാവേ, ഞാൻ നിന്നെ കൂട്ടത്തോടെ ഉപേക്ഷിച്ചു പോകുന്നതാണ്. ഞാൻ നിന്റെ രാജ്യത്ത് താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതു കേട്ട അസുര രാജാവ് വൃഷപർവാവ് പറഞ്ഞു, ഹേ ഭാർഗവ, അധർമ്മവും മിഥ്യയുമായ വാദങ്ങൾ ഒന്നും ഞാൻ ഭവാനിൽ കാണുന്നില്ല. അങ്ങ് ധർമ്മിഷ്ഠനും സത്യവാനുമാണ്. ഞങ്ങളിൽ പ്രസാദിച്ചാലും അങ്ങ് ഞങ്ങളെ വിട്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമുദ്രത്തിൽ ചാടി ചാവുകയേ ഗതിയുള്ളൂ. കോപത്തോടെ ശുക്രൻ പറഞ്ഞു, നിങ്ങൾ കടലിൽ പോയാലും കൊള്ളാം, എവിടേക്ക് ഓടിപ്പോയാലും കൊള്ളാം, ഞാൻ എൻ്റെ മകൾക്ക് അപ്രിയം ചെയ്യുകയില്ല. എനിക്കവൾ പ്രിയപ്പെട്ടവളാണ്. നീ ദേവയാനിയെ പ്രസാദിപ്പിക്കുക, അവൾ എൻ്റെ പ്രാണനാണ്. എങ്കിൽ ബൃഹസ്പതി ഇന്ദ്രന് എന്ന പോലെ ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ വാഴാം. വൃഷപർവാവ് പറഞ്ഞു, അസുരേന്ദ്രന്മാർക്ക് എത്രമാത്രം ധനമുണ്ടോ, എത്രമാത്രം പശുക്കളുണ്ടോ, ആനകളും കുതിരകളുമുണ്ടോ, ആ സർവധനത്തിനും നാഥനായി എൻ്റെ പ്രഭുവായി ഭവാൻ വാണാലും. ശുക്രൻ പറഞ്ഞു, അസുരന്മാരുടെ ധനത്തിൻ്റെ നാഥൻ ഞാനാണെങ്കിൽ ഹേ ദേവാരിയായ രാജാവേ, ഭവാൻ ദേവയാനിയെ പ്രസാദിപ്പിച്ചാലും.
അങ്ങനെയാകാമെന്ന് പറഞ്ഞ് പണ്ഡിതനായ വൃഷപർവാവ് പറഞ്ഞപ്പോൾ ശുക്രൻ മകളുടെ അടുത്തേക്ക് പോയി ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. ദേവയാനി പറഞ്ഞു, അച്ഛാ, ഭവാൻ രാജദ്രവ്യത്തിൻ്റെയൊക്കെ അധിപനാണെങ്കിൽ ആ വിവരം ഞാൻ അറിയുന്നില്ലല്ലോ. ആ വിവരം രാജാവ് തന്നെ എന്നോട് പറയണം. ശുക്രാചാര്യരോടൊപ്പം കാട്ടിലേക്ക് പോയ വൃഷപർമാവ് ദേവയാനിയോട് ഇപ്രകാരം പറഞ്ഞു, മകളെ ദേവയാനി, നീ വിചാരിക്കുന്ന വിധം എന്ത് ആവശ്യപ്പെടുന്നുവോ സാധിപ്പാൻ പ്രയാസമാണെങ്കിൽ പോലും ഞാനത് നൽകാം. കൊട്ടാരത്തിലേക്ക് വരൂ. ദേവയാനി പറഞ്ഞു, ശർമ്മിഷ്ഠയെ എൻ്റെ ദാസിയാക്കണം. 1000 കന്യകമാരോടുകൂടി അച്ഛൻ അവളെ എൻ്റെ കൂടെ അയക്കണം. വൃഷപർവാവ് കൂടെ നിന്ന ധാത്രിയോട് പറഞ്ഞു, ശർമ്മിഷ്ഠയെ ഇങ്ങോട്ട് വിളിപ്പിക്കൂ. അവൾ ദേവയാനിയുടെ ആഗ്രഹം സാധിപ്പിക്കട്ടെ. ഉടനെ ധാത്രി കൊട്ടാരത്തിലേക്ക് പോയി ശർമ്മിഷ്ഠയോട് ഈ വിവരങ്ങൾ പറഞ്ഞു. മകളെ ശർമ്മിഷ്ഠേ, വരൂ. നമ്മുടെ വർഗത്തിന് നീ സൗഖ്യം നൽകിയാലും. ദേവയാനിയുടെ വാക്കുകൾ കേട്ട് ആചാര്യൻ അസുരവർഗത്തെ ഉപേക്ഷിച്ച് പോകുവാനൊരുങ്ങുന്നു. നീ അവൾക്ക് ആകും പോലെ ഇഷ്ടം ചെയ്യണം. ഇല്ലെങ്കിൽ അസുരന്മാരെല്ലാം കഷ്ടത്തിലാകും. ശർമ്മിഷ്ഠ പറഞ്ഞു, അവൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഞാൻ ചെയ്യാം. ദേവയാനി കാരണം ശുക്രൻ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അപ്രകാരം ചെയ്യാം. ഞാൻ കാരണം ശുക്രനും ദേവയാനിയും നമ്മളെ വിട്ടു പോകേണ്ട എന്ന് പറഞ്ഞ് 1000 ദാസിമാരോടൊപ്പം അവൾ അന്തഃപുരം വിട്ട് ദേവയാനിയുടെ അടുത്തേക്ക് പോയി. ശർമ്മിഷ്ഠ ദേവയാനിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദേവയാനി, 1000 ദാസിമാരോടുകൂടി ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. പിന്നെ നിന്റെ അച്ഛൻ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ദിക്കിലേക്കും വരാൻ ഞാൻ തയ്യാറാണ്. ദേവയാനി ചൊടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സ്തുതിക്കുന്നവൻ്റെയും ഇരക്കുന്നവൻ്റെയും വാങ്ങുന്നവൻ്റെയും മകളാണെങ്കിൽ ആ സ്തുതിപാഠകൻ്റെ പുത്രിയുടെ ദാസിയായിരിക്കുന്ന എങ്ങനെയാണു നീ? എന്തു ചെയ്തിട്ടും ആർത്തരായ എൻ്റെ ബന്ധുജനങ്ങൾക്ക് സൗഖ്യമുണ്ടാക്കുകയാണ് എൻ്റെ കർത്തവ്യം. ഞാൻ സ്വാർത്ഥം നോക്കുന്നവളല്ല. ബന്ധുജനങ്ങളുടെ സുഖമാണ് എൻ്റെ സുഖം. അവർ ദുഃഖിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരാം. നിന്റെ അച്ഛൻ തരുന്ന ഇടം ഞാൻ സ്വീകരിക്കാം. ശർമ്മിഷ്ഠ ദൃഢനിശ്ചയത്തോടെ ദേവയാനിയോട് പറഞ്ഞു. ഇങ്ങനെ വൃഷപർവാവിൻ്റെ മകൾ ശർമ്മിഷ്ഠ ദേവയാനിയുടെ ദാസ്യം സ്വീകരിച്ചു. ദേവയാനി അച്ഛനോട് പറഞ്ഞു, ഇനി ഞാൻ കൊട്ടാരത്തിലേക്ക് വരാം. എനിക്ക് സന്തോഷമായി. ദേവയാനി ഇത്രയും പറഞ്ഞപ്പോൾ ശുക്രാചാര്യർക്ക് സന്തോഷമായി. എല്ലാവരും കൊട്ടാരത്തിലേക്ക് യാത്രയായി.